ഇപ്പോൾ സമയം 12:13. ഞങ്ങളുടെ ബസ്സിൻ്റെ സമയം 12:17. ഗൈസ്, നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും ഓട്ടോയിൽ. ബസ് ലേറ്റ് ആണ്. നോക്കിയപ്പോ ട്രെയിൻ ഉണ്ട്, ട്രാവൽ അവറും കുറവാണ്. അതെ, അപ്പൊ നമ്മൾ ഇനി ട്രെയിനിലാണ് പോകുന്നത് എന്ന് തോന്നുന്നു. വിചാരിക്കുന്നുണ്ടായിരിക്കും എങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ മെട്രോന്റെ ഷോർട്സ് ഒക്കെ വന്നെന്ന്. പറ. ഒടുക്കത്തെ ബ്ലോക്ക്. ബ്ലോക്ക് അത് തന്നെ, ബ്ലോക്ക്. നല്ല ബ്ലോക്കാണ്. 1/2 മണിക്കൂർ എടുക്കും സ്റ്റേഷനിലെത്താനായിട്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞു മക്കള് മെട്രോയിൽ ഇറങ്ങിക്കോ, എന്നിട്ട് മെട്രോ പിടിച്ചു നോക്കോളാം. മെട്രോ കിട്ടുമെന്ന് നോക്കട്ടെ ചേട്ടാ. ഇനി walking through the most crowded and busiest roads of Ernakulam. That's near to the South Railway Station. Yeah, from here we'll be boarding our train to Alleppey. 1957 start ചെയ്ത എറണാകുളത്തെ ഒരു ഓൾഡ് ജിമ്മാണ് എറണാകുളം Gymnasium. This is very famous among the gymnastics of Kerala of India. മഴ വരുന്നുണ്ടോന്നൊരു സംശയം. എവിടെ എത്തി? അറ്റ്ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ബസ് താണ്ടി, ഓട്ടോ താണ്ടി, മെട്രോ താണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു. ഫ്ലാഷ് ബാക്ക്. മഴ വരുന്നുണ്ടോന്നൊരു സംശയം. മഴ നല്ല രസമായിട്ട് നനയുകയും ചെയ്തു. സുഖമുണ്ട്. ഒടുക്കത്തെ ചൂടായിരുന്നു. ട്രെയിൻ കിട്ടി. നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്ന് മാരാരിക്കുളത്ത് ഹോൾട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്തു. ഹായ് പട്ടി. ഹായ് ജോബു. നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. വളരെ ക്യൂട്ട്. മറ്റേ ഈ അതെ ചേട്ടൻ he came and asked to take his picture and പുള്ളിയുടെ വാട്സാപ്പ് നമ്പറൊക്കെ തന്നു. നമ്മൾ വാട്സാപ്പ് അയച്ചു കൊടുത്തു. and he was very happy. You are also happy. Are you happy? We are reaching ആലപ്പുഴ. ഹായ്. ആലപ്പുഴ മണ്ണ്. ആലപ്പുഴ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ആലപ്പുഴ മണ്ണ് ഇസ് വൈറ്റ് ദാൻ ദ അതർ പ്ലേസസ്. ഇപ്പം നോട്ട് കാണിക്കും. ഒന്നും പറയാൻ ഉറക്കം വരുന്നു. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. നമസ്തേ, വെൽക്കം ടു ആലപ്പി. ഹലോ. ഞങ്ങളങ്ങനെ ആലപ്പുഴ തെരുവുകളിൽ കൂടെ സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു.
വന്നു. നമ്മൾ വന്നു, നമ്മൾ റെന്റിന് ഒരു സ്കൂട്ടർ എടുത്തു. അത്യാവശ്യം നല്ല രീതിക്ക് പോസ്റ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ ആലപ്പുഴയിലെ പ്രശസ്തമായ ബിരിയാണി കടയിലാണ്, ദ ഹലൈസ്. ഇവിടുത്തെ ബീഫ് ബിരിയാണി, ബീഫല്ല മട്ടൻ ബിരിയാണിയാണ് ഫേമസ്. പക്ഷേ ഞാൻ അത്ര മട്ടൺ പേഴ്സൺ അല്ലാത്തത് കൊണ്ട് ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത്. ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത്. ഈ ബിരിയാണി എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ബിക്കോസ് എൻ്റെ അപ്പൂപ്പൻ്റെ ഫേവറേറ്റ് ബിരിയാണി കടയാണ്. അപ്പൂപ്പൻ മരിച്ചതിന് മുമ്പാണ് ഞാൻ ഈ ബിരിയാണി ഇവിടുന്ന് കഴിച്ചത്. അതിനുശേഷം ഞാൻ ഇവനുമായിട്ട് വന്നാണ് ഒരു ദിവസം കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവനുമായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇമോഷണലി ആൻഡ് നൊസ്റ്റാൾജിക്കലി കണക്റ്റ് ഉള്ളൊരു കടയാണ് ഹലൈസ് എന്ന് പറയുന്നത്. ഇനി ഇത് കഴിച്ച എക്സ്പീരിയൻസിനെ പറ്റി ക്യാമറയ്ക്ക് പിന്നിലുള്ളത് പറയും. സോ ഹലൈസ്, ഞാൻ കുറേ നാൾക്ക് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സെഫാനിയ, അവളുടെ കൊച്ചിയിലാണ് അവളുടെ വീട്. അപ്പോൾ അവിടെ നിന്നാണ് ലാസ്റ്റായിട്ട് കലക്കം ബിരിയാണി എന്നുള്ളൊരു സാധനം കഴിച്ചത്. ബിരിയാണി വന്നപ്പോഴത്തേക്ക് അപ്പോൾ അന്ന് കഴിച്ച അതിന് ശേഷം അങ്ങനത്തെ ഒരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല. ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ ക്ലോസ് ആയിട്ട് കഴിച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് റെഡിയാണ് ബിരിയാണി കൊടുക്കും. അതാണ് പിന്നെ ബെസ്റ്റ് തൃപ്പൂണിത്തുറ. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഹലൈസ് എന്ന് ഒരു വൺ ബിൽഡപ്പ് ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നു കഴിച്ചു. എൻ്റെ പൊന്നു, ഐ വാസ് ഇൻ ടീയേഴ്സ് ലിറ്ററലി. എന്തോ അടിപൊളി ബിരിയാണി ആയിരുന്നു. സ്റ്റിൽ ഇന്നും വന്നിട്ടുണ്ട്. എന്തായാലും ഇത് കഴിച്ചിട്ട് ഇനി ബാക്കി എങ്ങനെയുണ്ടെന്ന് പറയാം. ആൻഡ് സ്പെഷ്യൽ തിങ് ഇവിടുത്തെ ഡേറ്റ്സ് അച്ചാർ, ബിരിയാണി ആൻഡ് ഡേറ്റ്സ് അച്ചാർ ബെസ്റ്റ് കോ. Tummy full. Tummy and money is full. Also Rohafsa. റുഹാഫ്സ ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു കുടിക്കുന്നത്. പക്ഷെ മുഹബത്ത് ഷർബത്തിൽ കുടിച്ചിട്ടുണ്ട്. പക്ഷേ റുഹാഫ്സ ലൈം ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. ഒത്തൻറ്റിക് സാധനം. ഇവിടെ വേറൊരു സ്റ്റാർ ഉണ്ട് ഇവിടുത്തെ. ഇത് മസാല ചായ. ഓഫ് ദിസ് ഇസ് എ ഫീലിംഗ്. എന്ത് രസമെന്ന് പറയുന്നത്. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി, പാല്, കറക്റ്റ് മധുരം. ആരും അത്ര നന്നായിട്ട് ചായ ഇടുന്ന വേറൊരാളും കൂടി എനിക്ക് പരിചയമുള്ള ഒരാളും കൂടെ ഉണ്ട്. നമ്മളൊരു സാധനം കൂടെ ട്രൈ ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ സ്പെഷ്യൽ കാരമൽ കസ്റ്റർഡ്. സോ ഫ്ലഫി. ഒരു സെക്കൻഡ്. പറയാൻ വേർഡ്സ് ഇല്ല, ബട്ട് ഇറ്റ് മെൽറ്റ്സ്. അതിങ്ങനെ മെൽറ്റ് നല്ല സ്വീറ്റാണ്. എനിക്കൊരു എല്ലാവർക്കും മോഡറേറ്റ് ആയിട്ടുള്ള സ്വീറ്റാണ്. ആ ഒരു കൺസിസ്റ്റൻസി ഭയങ്കര രസമാണ്. തീർക്കും എനിക്കും വേണം. കഴിച്ചു Too good. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലത്തൊക്കെ പോയിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ചില്ല ആർട്ട് കഫേയിൽ അവനെ കൊണ്ടുപോകാന്ന്. ഞാൻ വൺസ് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവനെയും കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ കണ്ടില്ലേ ചുറ്റും നടക്കുന്ന ആ ഫൗണ്ടിന് ചുറ്റും കുറേ നേരം നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കുറേ ആർട്ട് വർക്ക്സ് ഉണ്ട്. പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളുണ്ട്. ചെറിയൊരു കഫേയാണ്. കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഭയങ്കര രസം ഇവിടെ വന്നിരിക്കാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂട്ടർ എടുത്ത് അവിടുന്ന് കുറച്ച് നേരം റൈഡൊക്കെ പോയി ബീച്ചിൻ്റെ അവിടെ പോയിരുന്നു. പിന്നെ ഒരു സൺസെറ്റ് ഒന്നും ഇല്ലായിരുന്നു, മഴയായിരുന്നു പൊതുവെ. അങ്ങനെ ദാറ്റ്സ് ഇറ്റ്. സോ നല്ല ഇടിമിന്നലും ഉണ്ട്. ആലപ്പുഴയിലെ ഫസ്റ്റ്
ഡേ അങ്ങനെ തീർന്നു. നൈറ്റാണ്. നൈറ്റ് ലൈഫ് ഈസ് ക്വൈറ്റ് ഗുഡ് ആക്ച്വലി. പണ്ട് എൻ്റെ സമയത്തെന്നൊക്കെ പറയുമ്പം രാത്രിയിലൊന്നും ആരും ഇങ്ങനെ പുറത്തിറങ്ങലോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് കഫേസ് ആൻഡ് ഒത്തിരി നല്ല രസമാണ് ഇവിടെ. ഈ സമയം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ടയേർഡായിരുന്നു. പിന്നെ നാളെ രാവിലെ ഏർലി മോർണിംഗ് എണീക്കണമായിരുന്നു കയാക്കിങ്ങിന് വേണ്ടിയിട്ട്. സോ കയാക്കിങ്ങിൻ്റെ വിഷ്വൽസും അതേപോലെ തന്നെ ഞങ്ങൾ നിന്ന് ഞങ്ങളുടെ റൂമിൻ്റെ വിഷ്വൽസും ഒക്കെ ആയിട്ട് ഞങ്ങൾ നാളെ വരാം. അപ്പം ടാറ്റാ.